വി ആർ ഫ്രണ്ട്സ്. അങ്ങനെ ഞങ്ങളുടെ ഹോളിഡേ പ്ലേസ് ആയ ടർക്കി അന്റാലിയയിലേക്ക് ഉള്ള ഇപ്പം ഞങ്ങളെല്ലാവരും പ്ലെയിനിൽ ഇരുന്നിട്ട് പ്ലെയിൻ ടേക്ക് ഓഫ് ചെയ്യുവാണ്. അതാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ടർക്കി അന്റാലിയയിലേക്കുള്ള ഫ്ലൈറ്റ് ഇപ്പം ലാൻഡ് ചെയ്യാൻ വേണ്ടി ഫ്ലൈറ്റ് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പം കാണുന്നത്. എത്ര മനോഹരമാണെന്ന് നോക്കിക്കേ. ഞങ്ങൾ അന്റാലിയയിലെ എയർപോർട്ടിൽ വന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പം പിക്കപ്പിന് വേണ്ടി ഹോട്ടലിൽ നിന്ന് തന്നെ ഉള്ള ഡ്രൈവർ വന്നിട്ടുണ്ടായിരുന്നു. നമ്മളെപ്പോഴും ഒരു ഫുൾ പാക്കേജായിട്ട് എവിടെയെങ്കിലും ഹോളിഡേ പോകുമ്പോൾ നമ്മൾ അതിനകത്ത് പിക്കപ്പിനും ഡ്രോപ്പ് ഓഫിനും ഉള്ള ഡ്രൈവറെ കൂടെ നമ്മൾ ബുക്ക് ചെയ്യണം ഒന്നിച്ച്. ആ പാക്കേജിൽ തന്നെ അത് ചില പാക്കേജ് എടുക്കുമ്പോൾ നമുക്ക് അതിൽ തന്നെ കവറപ്പ് ആകും. നമ്മളുടെ ടാക്സിയുടെ പേയ്മെൻ്റ് എല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. അങ്ങനെയുള്ളതാണ് നല്ലത്. അപ്പം നമ്മൾ പിന്നെ എയർപോർട്ടിൽ ചെന്ന് നിന്ന് ഒരുപാട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. എയർപോർട്ടിൽ നിന്നും അവർ അവിടെ വന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾ ഇറങ്ങിയ ഉടനെ പ്ലെയിൻ ലാൻഡ് ചെയ്ത് ഞങ്ങൾ ഇമിഗ്രേഷൻ ക്ലിയർ ചെയ്ത് വേഗം വന്ന് നമ്മളെ ടാക്സി ഡ്രൈവർ വെയിറ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മൾ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ആ വഴിയിലെ കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടുത്തെ ആ വലിയ ബിൽഡിങ്ങുകളായിട്ട് കാണുന്നതൊക്കെ അവിടുത്തെ ഹോട്ടലുകളാണ്. അവിടുത്തെ മെയിൻ ഒരു ഇൻകം എന്ന് പറഞ്ഞാൽ ഈ ടൂറിസ്റ്റുകളുടെ ഇൻകമാണ് അവിടുത്തെ മെയിൻ. അപ്പോൾ ഒരുപാട് ഹോട്ടലുകളുണ്ട്. അത് വലിയ ഹോട്ടലുകളാണ് മിക്കതും. അവിടുത്തെ നല്ല ക്ലീനുമാണ്. റോഡൊക്കെ ഇങ്ങനെ ഞങ്ങളിൽ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ ഹോട്ടലിലെത്തി. പൽമോറ ഹോട്ടലിലാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. പൽമോറ ഹോട്ടൽ വലിയ ഹോട്ടലാണ്. ഒരുപാട് പേരെ അക്കോമഡേറ്റ് ചെയ്യിക്കാൻ വലിപ്പത്തിലുള്ള. അതുപോലെ ആ ഹോട്ടലിന് ചുറ്റും 2-3 സ്വിമ്മിംഗ് പൂളുകളെ പോലെ അവിടുത്തെ റെസ്റ്റോറൻ്റൊക്കെ ആണെങ്കിലും അറ്റ് എ ടൈം ഒരുപാട് പേർക്ക് ഫുഡ് കഴിക്കാനുള്ള സജ്ജീകരണങ്ങളെല്ലാം ഉണ്ട്. ഞങ്ങൾ ഫുൾ ബോർഡാണ് എടുത്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് 3 നേരവും ബൊഫറ്റ് ഫുഡൊക്കെ ആയിരുന്നു. അവിടെ ചെന്ന് ഇറങ്ങി ഉടനെ നല്ല ചൂടാണ് അവിടെ. 35 ഒക്കെ ആയിരുന്നു അവിടുത്തെ ടെമ്പറേച്ചർ ഡിഗ്രി ഞങ്ങൾ പോയ ദിവസങ്ങളിൽ. അപ്പോൾ ഞാൻ ചെന്ന ഉടനെ സ്വിമ്മിംഗ് പൂളൊക്കെ കാണാൻ വേണ്ടി പോയി. അതിൻ്റെ ആ ഹോട്ടലിൻ്റെ ഫ്രണ്ടിലുള്ള സ്വിമ്മിംഗ് പൂളാണ് ഇപ്പോൾ ഈ കാണുന്നത് നിങ്ങളെ. ഞങ്ങളുടെ ആ ബിൽഡിങ്ങിൻ്റെ പേര് സി ബ്ലോക്ക് എന്നാണ്. സി ബ്ലോക്കിലായിരുന്നു ഞങ്ങളുടെ റൂം. ഞങ്ങൾ 5 കപ്പിൾസാണ് പോയത്. എല്ലാവർക്കും ഒരുമിച്ചല്ലായിരുന്നു അക്കോമഡേഷൻ. പക്ഷേ ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ സ്വിമ്മിംഗ് പൂൾ ഉണ്ടായിരുന്നു. തൊട്ട് സൈഡിലാണ് റെസ്റ്റോറൻറ്റും. റെസ്റ്റോറൻറ്റ് ക്ലോസ് ആവുമ്പം കഫറ്റേരിയയും ജ്യൂസും വെള്ളമൊക്കെ എപ്പം വേണേലും ഹോൾ ഡേ 24 hours എടുത്ത് കുടിക്കാനുള്ള മെഷീനുകൾ ചുറ്റിനുമുണ്ട്. എല്ലാം കൊണ്ടും നല്ലൊരു ഹോളിഡേയും അക്കോമഡേഷനും ഒക്കെ ആയിരുന്നു ഞങ്ങളുടെ ദൈവകൃപയാൽ. ഞാനിത് കൂടുതലായിട്ട് ഡീറ്റെയിൽസ് കൊടുക്കുന്ന ഇത് ആർക്കെങ്കിലും പോകണമെങ്കിലും നല്ലൊരു അക്കോമഡേഷനാണിത്. അന്റാലിയയിലെ ഞങ്ങളുടെ അക്കോമഡേഷൻ്റെ പരിസരമാണ് ഈ കാണുന്നത്. നല്ല പച്ച വിരിച്ച പോലെയുള്ള പുല്ലും അവിടെ ഓറഞ്ച് മരമാണ്. ഇത് ഓറഞ്ചിന് ചെറുതായിട്ട് ഓറഞ്ച് കായ്ച്ച് കിടപ്പുണ്ട്. അതിപ്പം പച്ച കളറിലാണ് കിടക്കുന്നത്. ഇനിയും പഴുക്കണം ഇവിടെ. അതുപോലെ അക്കോമഡേഷനൊക്കെ നല്ല അടിപൊളിയാണ്. ഇവിടെ 2 സ്വിമ്മിംഗ് പൂളുണ്ട്. ഒരു സ്വിമ്മിംഗ് പൂളിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങളുടെ റൂം.
ഇപ്പോൾ ഇവിടുത്തെ 7 o'clock ഇപ്പോഴും ഇവിടെ നല്ല വെയിലുണ്ട്. ഓറഞ്ച് മരങ്ങളാണ് ഈ ഒരു സൈഡ് ഫുള്ള്. അതിൻ്റെ ചോട്ടിലാണ് നിൽക്കുന്നത്. അതിൽ ചെറിയ ഓറഞ്ച് ഉണ്ട്, അത് പഴുത്തിട്ടില്ല. ചെറിയ നാരങ്ങ വലുപ്പത്തിലായി നിൽക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്കാണ് ഫുള്ള് ഫ്രൂട്ടാകുന്നത്. പക്ഷെങ്കിൽ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ മെയിൻ റോഡിൽ കൂടെ പോകുമ്പോൾ തണലിന് എല്ലാം ഓറഞ്ച് മരങ്ങളാണ് വെച്ചേക്കുന്നത്. അതിലെല്ലാം നിറച്ച് ഓറഞ്ചുകൾ പഴുത്ത് കിടപ്പുണ്ടായിരുന്നു. ഡിന്നറാണ് കാണുന്നത്. ഡിന്നറിൽ എല്ലാ ഞങ്ങൾ ഫുൾ ബോർഡ് എടുത്തുകൊണ്ട് അത് ബൊഫറ്റ് ആയിരുന്നു. ബൊഫറ്റ് ഫുഡാണ്. അപ്പം ഇഷ്ടമുള്ളത് എടുത്ത് കഴിക്കാം. ഒരുപാട് വിവിധ തരത്തിലുള്ള അറബിക് ഫുഡുകളാണ്. സലാഡുകളും അതുപോലെ ഒലിവ്സ് കൊണ്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പിക്കിൾസ്, പേസ്ട്രീസ്, ബാക്ലാവ, എല്ലാം സ്വീറ്റ്സൊക്കെ ഇഷ്ടം പോലെ കഴിക്കാവുന്നവർക്കെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ നല്ലൊരു ദിവസം കഴിഞ്ഞു പോയി. പിറ്റേ ദിവസം ഞങ്ങൾ ഫുൾ ഡേ ഞങ്ങൾ അവിടുത്തെ സിറ്റി എല്ലാം കറങ്ങാൻ വേണ്ടി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങളെ വാനെ കൊണ്ടുപോയി അവിടെ ഒരു സിറ്റി കൊണ്ടിറക്കി. അതിൻ്റെ സൈഡിൽ വലിയ ഒരു കടലുണ്ട്. അവിടെ നിന്ന് വെള്ളച്ചാട്ടമൊക്കെ ഉണ്ട്. അവിടെ നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. അങ്ങനെ ആ ഫോട്ടോ എടുക്കാൻ വരുന്നവരെയും കൊണ്ട് നമ്മളുടെ കയ്യിൽ വർത്താനം പറയുന്ന ബേർഡിനെയൊക്കെ തന്നിട്ടുള്ള ഫോട്ടോകളൊക്കെ ഉണ്ട്. അല്ലേ പല സൈസിലുള്ള അവരുടെ ആക്സസറീസൊക്കെ വെച്ച് തൊപ്പിയോ മാലയും കുടയൊക്കെ പിടിപ്പിച്ചുകൊണ്ടുള്ള പല സൈസ് ഫോട്ടോകളൊക്കെ എടുക്കാം ഇഷ്ടമുള്ളവർക്ക്. അതിനെല്ലാം സെപ്പറേറ്റ് പൈസ കൊടുക്കണം. അപ്പം നമ്മളങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് കുറേ ഫ്രൂട്ട് ഇതൊക്കെ കണ്ടു. ഓറഞ്ച്, മുന്തിരി, വാട്ടർമെലന് ഒക്കെ ഉണ്ട് അവിടെ എല്ലാം. അതൊക്കെ അവിടെ എല്ലാം വളരുന്ന ഒരു സ്ഥലമാണ് അന്റാലിയ. നല്ല ഫലഭൂയിഷ്ടമായ ഒരുപാട് ഫ്രൂട്ട്സുകളൊക്കെ ഉണ്ട് അവിടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് മീൽസിന് എല്ലാ നേരവും ഒരു ഇഷ്ടം പോലെ വെറൈറ്റീസ് ഓഫ് ഫ്രൂട്ട്സ് അവിടെ ഇങ്ങനെ എന്തോരം കഴിക്കാമോ അത്രയും വെച്ചേക്കുവാണ് വാഷ് ചെയ്തവർ. ഞങ്ങളങ്ങനെ ഡേ ട്രിപ്പിന് പോയപ്പം ആ ഡ്രൈവർ ഒരു ഡയമണ്ട് ഷോപ്പിൽ നിർത്തി. അവിടുത്തെ ഡയമണ്ടാണ് 14 ക്യാരറ്റ്. ഞങ്ങൾക്കൊന്നും അത് നല്ല എക്സ്പെൻസീവാണ്. അതുകൊണ്ട് ആരും തന്നെ വാങ്ങിച്ചില്ല. ചുമ്മാ അത് കാണാൻ എല്ലാവരും കയറി. അതിൻ്റെ 1-2 വീഡിയോകളാണ് ഇപ്പം നിങ്ങൾ കാണുന്നത്. ഞങ്ങൾ വിസിറ്റ് ചെയ്തത് ഡൂഡൻ വാട്ടർഫോൾ ആണ്. അപ്പോൾ അതെല്ലാം കണ്ടിട്ട് ഇന്ന് ഇവിടുത്തെ വെതർ, ക്ലൈമറ്റ്, ടെമ്പറേച്ചർ 31 ഡിഗ്രി ഉണ്ട്. ഞങ്ങൾ കണ്ടിട്ട് ഇപ്പം തിരിച്ച് വാനയിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. അടിപൊളി ഒരു വാട്ടർഫോൾ ആയിരുന്നു. ഞങ്ങളെല്ലാവരും ഞങ്ങൾ താമസിച്ച ഹോട്ടലിൽ തന്നെ ടർക്കിഷ് മസാജ്
ഒക്കെ എടുത്തു. അത് ടർക്കി പോകുന്നവർക്കെല്ലാം അവിടുത്തെ മസാജ് അവർ ചെയ്യുമെന്ന് കേട്ടിട്ടുള്ളതുകൊണ്ട് ഞങ്ങളും ഞങ്ങളുടെ ചാൻസ് ഒഴിവാക്കിയില്ല. ഞങ്ങളും അത് എടുത്തു. ശരിക്കും ടർക്കിഷ് മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയൊക്കെ ഒന്ന് നല്ല ഒരു കുറേ കൂടെ എനർജി ആകും നമുക്ക്. പക്ഷേ അത് കഴിഞ്ഞ് റെസ്റ്റ് എടുക്കണം. ഞങ്ങൾക്ക് കുറച്ച് ദിവസമേ ഉള്ളതുകൊണ്ട് റെസ്റ്റൊന്നും എടുക്കാൻ പറ്റിയില്ല. ഞങ്ങൾ വെളിയിലൊക്കെ ഒന്ന് ഇറങ്ങി. പിന്നെയും അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബോഡി പെയിൻ ഒക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് മസാജൊക്കെ എടുക്കുന്നവർ മാക്സിമം റെസ്റ്റ് എടുക്കാൻ കൂടെ ശ്രദ്ധിക്കണം. പിന്നെ ഞങ്ങൾക്ക് ഇതിനേക്കാളെല്ലാം ഉപരി ഒരു സന്തോഷം ലഭിച്ചതെന്ന് വെച്ചാൽ അവിടുത്തെ എന്നും അവിടെ സ്റ്റേജിൽ ഓരോ ദിവസവും ഓരോ ഷോയുണ്ട്. ഒരു ദിവസം ബെല്ലി ഡാൻസ്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഒരു മാനേജറുണ്ട്, അലക്സാണ്ട്രിയ എന്ന പുള്ളിക്കാരിയുടെ പേര്. പുള്ളിക്കാരി നമുക്കവിടെ സ്റ്റേജിൽ ഒരു മലയാളം പാട്ട് വെച്ചുള്ള ഡാൻസ് പെർഫോം ചെയ്യാൻ വേണ്ടി ഒരു ചാൻസ് തന്നു. അത് ഭയങ്കര മെമ്മറബിളായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക്. നല്ല ഭയങ്കര സോഷ്യൽ ആയിട്ടുള്ള ഒരു ലേഡിയാണ് അലക്സാണ്ട്രിയ. അവർ ഫിലിമിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങളുടെ കൂടെ അവരുടെ ഏറ്റവും വലിയ അവരുടെ പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ആ ഡാൻസ് സ്റ്റെപ്പ് ഒന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ അവർ പെട്ടെന്ന് അത് ക്യാച്ചപ്പ് ആകും അവർക്ക്. അതുപോലെ നമ്മളെക്കാട്ടിലും നല്ലതായിട്ട് അവർ അത് പെർഫോം ചെയ്യാൻ ഞങ്ങളോടൊപ്പം കൂടി. അങ്ങനെ നമ്മൾ ഏത് രാജ്യത്ത് പോയാലും അവരുടെ കൂടെ അവരോടൊപ്പം അവരെ പോലൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്കും ഒരു സന്തോഷം. അങ്ങനെ നല്ല ദിവസങ്ങളിലായിരുന്നു. പിന്നെ നമ്മൾ പോയതും നമ്മളുടെ വൈബിനനുസരിച്ചുള്ള ഫ്രണ്ട്സ് ആയിരുന്നുകൊണ്ട് ഞങ്ങൾ കുറച്ച് ദിവസമേ ഉള്ളതിലും എല്ലാ ദിവസവും ഞങ്ങൾ നല്ലവണ്ണം എൻജോയ് ചെയ്തു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ചക്കട ചോള കണക്കിനു തൊടു തൊടുത്തൊരു കല്യാണി